ഗൈസ് വെൽക്കം ബാക്ക് ലിസ്റ്റ് മറ്റേ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. കൈയെല്ലാം പൊട്ടി ആകെ സീനായി. ഇനിയും റെഡി ആയിട്ടില്ല കേട്ടോ. ഇനിയും 1 മന്ത് റെസ്റ്റ് വേണം. അപ്പോൾ ഞാൻ ഗൈസ് ഇന്ന് എന്താ വെച്ച് വെറുതെ വീട്ടിൽ നിന്നിട്ട് പിരാന്ത് പിടിക്കട്ടാ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമല്ലോ. ഒരാളെ പുറത്തിറങ്ങാനും പറ്റില്ല, ഫുൾ ടൈം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് അതായത് ഗൾഫിൽ പോകുന്ന മുമ്പ് ഞാൻ കുറേ ഞങ്ങൾക്ക് ഈ ഫിഷ് അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര പ്രാവ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പോകുന്ന മുമ്പല്ല ഈ കാണുന്നില്ല ടാങ്കുകൾ, ഇത് കാണിച്ചു കേട്ടോ. ഈ കാണുന്നില്ല ടാങ്ക്, ഈ ടാങ്കിൽ അതായത് 2 ടാങ്കാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ഞാൻ മീൻ നിറച്ചിട്ടുണ്ടായി ഗൈസ്. അത് പോകുമ്പോൾ എന്താ പറയുക, ഫുള്ള് മീനായിരുന്നു കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് ഇവിടുത്തെ ചെക്കന്മാർ നമ്മൾ വീട്ടിൻ്റെ അവിടെ ഉള്ള ആരെല്ലാം കൊടുത്തതാണല്ലോ. ഇത് ഫുള്ള് മീനായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇപ്പോൾ സെറ്റാക്കിയതാണ്. എന്താ അപ്പോൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നല്ല, ആ മൂലക്ക് മീനുണ്ട് ഗൈസ്. അപ്പോൾ വലുതായി വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ അതിലുണ്ട്, അതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് കാണില്ല, ഇപ്പോൾ ഫുള്ളും കച്ചറായി കിടക്കണതാണല്ലേ. അവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. അത് നമ്മളുമ്മ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അവിടെ നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതെന്താ പറയുക, സംഭവം എന്താ പറയുക ഗൈസ്, ഇത് നമ്മൾ ഞാൻ പോകുന്ന മുമ്പ് ഒരുപാടുണ്ടായി. അതായത് ഫിഷ് ടാങ്ക് 3 ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പ്രാവ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇത് ഉമ്മാൻ്റെ ഏൽപ്പിക്കാനും പറയാനും ഒക്കെ മറന്നും പോയി. ആ പോകുന്ന സമയത്ത് അങ്ങനത്തെ തിരക്കിൽ പോയി. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്യാൻ പോകാം. എന്തായാലും ഈ കാണുന്ന ഈ വലിയ ടാങ്ക് എന്തായാലും ഫില്ല് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൈ സീനായി കിടക്കുകയാണ്. അപ്പോൾ കൈ റെഡി ആയിട്ട് വേണം ഇതാക്കാൻ, അത് ക്ലീൻ ആക്കാൻ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലീൻ ആക്കുന്ന ഈ ഫിഷ് ടാങ്ക് അടിപൊളിയായി നല്ല കിടിലായിരുന്നു കേട്ടോ. സംഭവം എന്താ പറയുക, ടാങ്ക് കാണിച്ചോട്ടെ. നല്ല ഈ സൈഡിലൊക്കെ ഈ സൈഡിലൊക്കെ ഫുള്ളും മീനായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളും വെള്ളം ഒഴിച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ മീൻ. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് മീനായിരുന്നു. പാവുമ്മ പക്ഷേ ഇതെല്ലാം ഫുള്ള് ക്ലീൻ ആക്കുകയാണ്. അതേപോലെ തന്നെ ആ കാണുന്ന ആ 2 ടാങ്കിൽ അതല്ലേ, ആ 2 ടാങ്കിൽ ഫുള്ള് മീനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബിഫോർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫുള്ള് പറിച്ച് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടായി. അപ്പോൾ എന്തായാലും ബിഫോർ വീഡിയോ എടുക്കാൻ കഴിയില്ല. എന്തായാലും അതേപോലെ തന്നെ ഗൈസ് അവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ പോകുമ്പോൾ ഗൈസ് കുറേ ഒരുപാട് മീനുണ്ടായിട്ടോ. ഒരുപാട് മീനുണ്ടായി. പിന്നെ ഞാൻ പിന്നെ അത് ആരൊക്കെ എടുത്തു പോയോ അല്ല ഇനിയിപ്പോൾ വെള്ളം ഡ്രൈ ആയിട്ട് ചത്തുപോയതാണോ ഒന്നും അറിയില്ല. ഞാൻ അതാർക്കും കൊടുക്കാനും മറന്നുപോയി. ആ പോകുന്ന തിരക്കിൽ അങ്ങനെ പോയി. പക്ഷെ കിട്ടിയില്ല മീനായിരുന്നു ഗൈസ്. ആകാന്നില്ല ആ വലിയ ടാങ്കിൽ ഫുള്ളും മീനായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. ഫുള്ളും എന്ന് പറഞ്ഞാൽ ഫുള്ളും. ഈ ചെറിയ ടാങ്കിൽ ഗപ്പികളായിരുന്നു. ഗപ്പീൻ്റെ പ്രത്യേകത ഉണ്ട് ഗൈസ്. എന്താ പറയുക, നമ്മൾ ഒരു മാസം ഇട്ടാൽ തന്നെ ഏകദേശം കുറേ ഉണ്ടാവും. ഇതാണില്ല. അതേപോലെ തന്നെ ഇതൊരു ചെറിയ ഫിഷ് ടാങ്ക് ആയിരുന്നു കേട്ടോ. ഇത് കാണുന്നില്ല, ചെറിയ ഫിഷ് ടാങ്കാണ് ഗൈസ്. ഇത് ക്ലീൻ ആക്കണം. ഇതൊക്കെ കാണുന്നുണ്ടെന്ന് അറിയില്ല. ജസ്റ്റ് പുല്ല് പറിച്ച് കാണിച്ചാൽ ഗൈസ്. നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കിയ ഫിഷ് ടാങ്ക് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ വീഡിയോ എൻ്റെ വരെ കാണാം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. ഗൈസ് നോക്കൂ. അപ്പോൾ എന്തായാലും ഈ ടാങ്ക് എന്തായാലും നമ്മളിപ്പോൾ ക്ലീൻ ആക്കുന്നില്ല കേട്ടോ. ഇത് 2 ടാങ്കായിട്ടുള്ള ആ ഗ്രീൻ ഇത് തന്നില്ല നിങ്ങൾ. അതിൻ്റെ അപ്പുറം ഒരു ടാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറം ടാങ്ക് ഉണ്ട്. അപ്പുറത്തെ ടാങ്കിന് ഓൾറെഡി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫിഷ് സെറ്റാക്കിന്. ഇപ്പുറത്തെ ടാങ്കിൽ എന്തായാലും നമ്മൾ വലിയ മീനിടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതെന്തായാലും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പം ഈ ടാങ്ക് ക്ലീൻ ആക്കുന്നുണ്ട്. ഈ ടാങ്ക് എന്താ പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ മീൻ എന്താ ഇതിലുള്ള മീനല്ല കൊണ്ടിട്ടുണ്ടാവല്ലേ. ഇത് വലിയ ഇവിടെ ഓട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യാ എവിടെ ഇതെത്ര വലിയ ടാങ്കല്ലേ ഗ്യാസ് നോക്കൂ. അതായത് ഈ ഉള്ളിലും ഫുള്ള് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇതെല്ലാം കിട്ടിലും, അതായത് ഫുള്ളും എന്താ പറയുക സിമെൻ്റൊക്കെ ഇട്ട് അവിടെയും മീൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ മീൻ ഓടി കളിക്കും. നല്ല രസം ഉണ്ടായിരുന്നു. കിട്ടിലും എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു കേട്ടോ ടാങ്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണിച്ചില്ല ചെറിയ ടാങ്ക്, അത് ഫുൾ ടൈൽസ് ആയിരുന്നു കേട്ടോ. ഇതാ ഗൈസ് നോക്കൂ.
ഇതാട്ടാ, അതായത് നമ്മൾ മീൻ കോരുന്ന സാധനമാണ്. അതായത് മീനൊക്കെ കോരി ഇതാ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ കിട്ടിയട്ടോ സാധനം. ആരാ കോരിക്കൊണ്ടേ തന്നെ അല്ലേ? ആ, അതാണ് സംഭവം. ആരാ കൊണ്ടേതല്ലേ? കൊണ്ടുവരാൻ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്തായാലും. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് എന്താ പറയുക, എന്തായാലും ഇന്നൊന്നും പിന്നെ ഫുള്ളുണ്ടായിന് മീൻ. ഫുള്ള് മീൻ പറഞ്ഞതാ അവിടെ ആ വരല്ലേ, അവിടെ വരെ വെള്ളം ഉണ്ടായിന്, ഫുള്ള് മീനും ഉണ്ടായിന്. ഇത്ര ഉണ്ടായിനല്ലേ? റീസെറ്റ് ആക്കണം ഗൈസ് ഇതെല്ലാം. ഇത് സെറ്റാക്കണം. അതേപോലെ തന്നെ ആണല്ലേ ആ 2 ഫിഷ് ടാങ്ക് സെറ്റാക്കണം. പക്ഷേ ഇവിടെ സെറ്റാക്കാനൊക്കെ പണിയുണ്ട് ഗൈസ്. ഇതാണല്ലേ അവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ, അത് കണ്ടില്ല നിങ്ങൾ? ആ ഹോളൊന്ന് സെറ്റാക്കണം. അതേപോലെ തന്നെ ഈ സൈഡും ഫുള്ളും പുല്ലെല്ലാം പറിച്ച് ഒന്ന് സെറ്റാക്കണം. ഇവിടുത്തെ സിമെൻ്റെല്ലാം പോയാലമ്മ, ഇതൊന്ന് സിമെൻ്റെല്ലാം പൊട്ടിപ്പോയ മഴത്താ ഈ സൈഡിലത്. അവിടുത്തെ ഇതെല്ലാം പോയിനല്ലേ, കല്ലല്ലോ. അതെല്ലാം പോയിന്, ഇതെല്ലാം സെറ്റാക്കി എടുക്കണം. എനിക്ക് വേണം എന്തരമ്മ ഈ സാധനമല്ലേ ഇവിടെ മറ്റേ ഈ സിമെൻ്റ് ഇടുന്ന, പക്ഷെ ഇത് ഓട്ടായിനുമ്മ, ഫുള്ള് ഓട്ടായിന്. താഴ്ന്നല്ലേ? പക്ഷെ എന്തരോ നമ്മൾ ഈ അവലിലൊക്കെ ഇടില്ല, ആ സാധനം ഇട്ട ഒന്നുകൂടി അടിപൊളിയാവും അല്ലേ? പക്ഷേ അത് ഇതില്ലേ, ഈ അക്വേരിയം ഉണ്ടാക്കണ മുമ്പല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് അത് 2 അക്വേരിയം നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ. അവിടെ കാണുന്നില്ല ബെൽറ്റ്, 2 നമ്മൾ ഉണ്ടാക്കിയാണ്. അതേപോലെ തന്നെ ഇത് ഞാൻ മാത്രം ഉണ്ടാക്കിയാണ് പക്ഷേ ബെൽറ്റ് എൻ്റെ പ്ലാനിൽ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ മീൻ പോണ സെറ്റപ്പിൽ, ഇതിലെല്ലാം സൈഡിൽ കൂടെ മീൻ പോണ സെറ്റപ്പിൽ ഉണ്ടായിട്ടോ. ഫുൾ അടിപൊളിയാക്കിൻ്റെ കേസ്. പിന്നെ ഞാൻ ഗൾഫിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ഈ സാധനം നമ്മൾ ഫുള്ള് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം കുണ്ടെല്ലാം കുഴിച്ച പിന്നെ മൂട് പോയി, പിന്നെ ചെറുതാക്കുന്നുണ്ടല്ലേ. ഇത് വലിയ കുണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ അല്ല, ഇതാണ്ട ഇത് വലിയ കുണ്ടാണ്. അതായത് ഈ മരത്തിൻ്റെ ചുറ്റും നമ്മൾ എന്താക്കുക ഫുള്ളും സിമെൻ്റൊക്കെ ഇട്ട് അക്വേരിയം സിസ്റ്റം ആക്കിയിട്ട് ഇവരെ ഫുള്ള് മീനിടാന്നുള്ള സെറ്റപ്പിൽ നമ്മൾ കുഴിച്ചതാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മരങ്ങളുള്ള കാരണം, അതേപോലെ തന്നെ ഈ മരമെല്ലാം കൊണ്ട് ഫുള്ളായിട്ട് ഇടാൻ പറ്റണമില്ല. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒഴിവാക്കി കഴിച്ചു. അപ്പോൾ എന്തായാലും വലിയ ഇട്ടം കൊണ്ട് എന്താ പറയുക, ഇത് കുഴിച്ചുകൊണ്ട് ഇനി ഇത് നമുക്ക് സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുത്തായിട്ട് എന്താ സെറ്റാവും. എന്തായാലും അടുത്ത വീഡിയോ ഇതായിരിക്കും കേട്ടോ. ഈ ഫിഷ് ടാങ്ക് നമ്മൾ ഫിഷ് ഇടുന്ന കുറേ പണിയുണ്ട് കേട്ടോ. അത് കുറേ പണി പറഞ്ഞാൽ ഇതാണ്ടില്ലേ, അപ്പോൾ എല്ലാം ക്ലീനാക്കാണ്. ഈ സൈഡ് ഉണ്ട് നിങ്ങൾ, അതായത് ഇതാണ്ടല്ലേ അതിൻ്റെ ഇതൊക്കെ പോയതാ, ഇതെല്ലാം പോയി കഴിച്ച്, ഇതെല്ലാം ഫുള്ള് സിമെൻ്റ് ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായി. ഇതാണ്ട എല്ലാം കിടിലം പോലെ ആക്കിയിട്ടുണ്ടായി കഴിച്ച്, എല്ലാം പോയി. ഇതാ ഓയ് എന്തേ പക്ഷെ അതുപോലത്തിന് താണ്ട. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇന്നെന്തായാലും നമുക്കത് ക്ലീൻ ആക്കിയിട്ട് എന്താ പറയുക ഫുള്ള് സെറ്റാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സിമെൻറ്റൊക്കെ മേടിച്ചിട്ട് വേണം, ഞാനിവിടെ കൈപൊട്ടി കിടക്കുകയാണ്. എന്തായാലും ഞാൻ തന്നെ പോകണം, വേറെ ആരും പോവില്ല ഗൈസ്, പോകാൻ ആരും ഇല്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇങ്ങനത്തെ ഫുള്ള് സെറ്റാക്കിയിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ മീൻ മേടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളെ കാണുന്നില്ല ആ ടാങ്കിലേക്ക് മാത്രമേ ഞാൻ മീൻ മേടിച്ചിട്ടില്ല. അതായത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ ഒരു ടാങ്കിൽ മാത്രമേ മീൻ നിറച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നിലും ഞാൻ മീൻ നിറച്ചിട്ടില്ല ഗൈസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കൈവട്ടി അങ്ങനെയൊക്കെ പ്രശ്നമായി, പിന്നെ ഉള്ള റെസ്റ്റിൽ തന്നെയായിരുന്നു. പിന്നെയാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ടാങ്കിലെല്ലാം ഫുള്ളും, ഞാൻ വിചാരിച്ച് കുറച്ച് മീനെങ്കിലും ഉണ്ടാവും, നോക്കുമ്പോൾ വെള്ളം പോയിട്ടൊന്നുമില്ല, ഫുള്ള് പുല്ലെന്ന് പറഞ്ഞാണ്. ആ ഒരു മീനൊക്കെ കോരിയെടുത്തിന് കേസ്. അത് ഞാൻ ഈ മീൻ ഫുഡ് ഇട്ടെടുക്കില്ലേ, ആ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മളെ 3 അക്വേരിയം, അതായത് ഈ കാണുന്ന ഇതാ ഉമ്മ ക്ലീൻ ആക്കുന്നില്ല ഈ അക്വേരിയം, അതേപോലെ തന്നെ നിങ്ങളവിടെ കണ്ടിട്ട് ചെറിയ അക്വേരിയം, അതേപോലെ തന്നെ ആ മരത്തിൻ്റെ അടിയിലൊരു കുണ്ടാകുന്നില്ല നിങ്ങൾ, അത് നമ്മൾ അക്വേരിയം ഉണ്ടാക്കാൻ വേണ്ടി കുഴിച്ചതാണ്. അത് നമുക്ക് സെറ്റാക്കിയിട്ട്, അതേപോലെ തന്നെ ഇത് രണ്ടിനെ ഫുള്ള് ഫിഷ് സെറ്റാക്കിയിട്ട് ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കേട്ടോ. അതായത് ഞാൻ ഗൾഫിൽ പോകുന്ന മുമ്പ് സെറ്റാക്കി വെച്ച ടാങ്കാണ് കേട്ടോ ഇതെല്ലാം. അതിലെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ തിരക്കിലങ്ങനെ പോയി ഫിഷ് നോക്കാൻ ഉമ്മയോട് പറഞ്ഞ്, പിന്നെ ഉമ്മമാർക്ക് ഒരു തിരക്ക് കാരണം അത് നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചെക്കന്മാർ ഫുള്ള് കോരിക്കൊണ്ടുപോയി മീൻ. സാറിലെ കൊണ്ടാട്ടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമുക്കത് റീസെറ്റ് ആക്കണം കഴിച്ച്. എന്തായാലും 4 അക്വേരിയം 4 ഫുൾ ഫില്ല് ചെയ്തിട്ട് അടുത്ത കിഡിലെ വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും കൈ ഇത് റെഡിയാകുന്ന ഇങ്ങനത്തെയൊക്കെ വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി. കാരണം വീട്ടിൽ തന്നെ ആണല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനി ഒരു 10-15 ദിവസം കൂടിയാണ് റെസ്റ്റ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഗൈസ് നല്ല കിഡിലെ വീഡിയോസുമായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ട് ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൻ മറക്കുക.
ബെല്ലൈക്കൻ അമർത്തിയാലേ ഗൈസ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. സോ എല്ലാവരും ബെല്ലൈക്കൻ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.